വീണ്ടും സംഘർഷഭൂമിയായി പശ്ചിമേഷ്യ. കുവൈറ്റിലും ബഹ്റിനിലും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിൽ US സേനയുടെ ഇന്ധന ടാങ്ക് തകർത്തു. ബഹ്റിനിലെ ഷെയ്ഖ് ഇസ വ്യോമത്താവളത്തിലേക്കും ആക്രമണമുണ്ടായി. ഹോർമൂസിൽ 2 ചരക്ക് കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനിൽ നിന്നുമുള്ള ആക്രമണം അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെയും അത് തുടർന്നു. പ്രധാനമായും ആക്രമണങ്ങൾ ഇന്നുണ്ടായത് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമാണ്. കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ഇന്ധന ടാങ്ക് ആക്രമിച്ചു. അതോടൊപ്പം തന്നെയാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇറാന്റെ ഭാഗത്തു നിന്നും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കാര്യമായ നാശനഷ്ടം തന്നെ വരുത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിലേക്കും അമേരിക്കൻ നാവിക കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ഷെയ്ഖ് ഈസ കേന്ദ്രത്തിലേക്ക് വലിയ ആക്രമണം നടത്തി, സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയെന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 2 രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക കേന്ദ്രമായിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം. കുവൈറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം ജോർദാനിലേക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മറ്റൊരു ആക്രമണം ഉണ്ടായത് ഹോർമൂസിലാണ്. 2 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നു. 2 ചരക്ക് കപ്പലുകളുടെയും നാവിഗേഷൻ സംവിധാനം തകർത്തു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഹോർമൂസിലും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടക്കുമ്പോൾ തന്നെ ഇന്നലെ രാത്രി തെക്കൻ ഇറാനിൽ വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബന്ദർ അബ്ബാസിൽ ആക്രമണമുണ്ടായി, ഖഷേമിൽ ആക്രമണമുണ്ടായി, അതോടൊപ്പം തന്നെ സിരിക്കിൽ ആക്രമണമുണ്ടായി. ഇത്തരത്തിൽ പല മേഖലകളിലായി ഏതാണ്ട് 12ഓളം ആക്രമണങ്ങൾ നടത്തിയെന്നാണ് അമേരിക്ക സ്ഥിരീകരിക്കുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ വലിയ നാശനഷ്ടം വരുത്തുന്നുണ്ട്. റഡാർ സംവിധാനം തകർത്തു. അതോടൊപ്പം തന്നെ സൈനിക ബോട്ടുകളൊക്കെ തന്നെ തകർത്തതായിട്ടും റിപ്പോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തെക്കൻ ഇറാനിലും വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഈ മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.